ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? രാവിലെ നൂൽപുട്ടും അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ടൈമിലെ ഇതേപോലത്തെ ഒരു മുട്ടക്കറിയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയല്ലേ കറിക്ക്. അപ്പോൾ ഈ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടി നല്ലോണം ഒന്നാണ് ചൂടാക്കി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വെല്ലുള്ളി അരിഞ്ഞു വെച്ചിനു. അപ്പോൾ നമുക്ക് ഈ വെല്ലുള്ളി അരിക്കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ വേഗം വാടി കിട്ടുമെന്ന് പറയണേക്കാം. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഇളക്കി വാട്ടിയെടുക്കുക. അപ്പം നമ്മളിത് ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും പിന്നെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് ചതച്ചങ്ങാണ്ടാണ്ട് എടുത്തിന് കേട്ടോ കല്ലുമ്മല്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല മണമാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതൊന്നുകൂടി നല്ലോണം വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളകും പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്നാണ്ട് ഇളക്കണം. കാരണം ഇതിൻ്റെ പച്ചമണം പോവണമെന്ന് പറയണ കേൾക്കുക, അല്ലെങ്കിൽ ഒരു പച്ചച്ചോയ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത് നല്ലോണം ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചും. അപ്പോൾ നമുക്ക് ഇതേമാതിരി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്നുകൂടി നല്ലോണം ഇളക്കുക. അപ്പം ഇനി ഈ വെള്ളത്തിൽ കടന്നുകൊണ്ട് ഇത് കുറച്ച് നേരം ഒന്ന് വേകണം. അപ്പോഴുള്ള ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ട് കേട്ടോ. ഇനി നമുക്ക് ആ ടൈം കൊണ്ട് ഇതാ ഞാൻ തേങ്ങ ചിരകി വെച്ചിനി കേട്ടോ. നമുക്ക് ഈ തേങ്ങ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേമാതിരി ഇത് ഒന്ന് പാർന്ന് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഇളക്കുക. അപ്പം നമ്മൾ മുട്ടക്കറി ഏകദേശം ഇവിടെ റെഡിയായി വന്നിക്കണം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ നമ്മളടുത്ത് മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയതാക്കി അരിഞ്ഞങ്ങാണ്ട് ഈ മല്ലിച്ചപ്പ് ഇതിൽ കണ്ട് ഇട്ട് കൊടുക്കുക. എന്നാൽ കുറച്ചും കൂടി കറിക്ക് ടേസ്റ്റ് കൂടുമെന്ന് പറയണേക്കാം. എന്നിട്ട് നമുക്ക് തീ ഓണാണെങ്കിൽ അതൊന്ന് ഓഫാക്കി കൊടുക്കണം. കാരണം ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ കറീൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ടാണ്. ഇനി ആ മുട്ട പൊയിങ്ങി വെച്ചിനു ആ മുട്ട നമുക്ക് ഇതിലേക്ക് ഇട്ടും കൊടുക്കുക. ഇപ്പം നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ മുട്ടക്കറി ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടി.